പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ പ്രഭാതവന്ദനം. ആത്മമണ്ഡല ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഹസ്കൽ പ്രവചനം 12:21 തൊട്ട് 23 വരെയുള്ള വാക്യങ്ങൾ ആണ്. അതിൽ പ്രധാനമായും പറയുന്നൊരു ഭാഗം, ഞാൻ പഴഞ്ചൊല്ല് നിർത്തലാക്കും. പഴഞ്ചൊല്ല് നിർത്തലാക്കുന്ന ദൈവം. പറഞ്ഞു പഴകിയ ചൊല്ലുകളെയാണ് പഴംചൊല്ലുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബൈബിളിൽ അനേക പഴഞ്ചൊല്ലുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് എഹെസ്കേൽ 16:44 എഹെസ്കേൽ 18:2 അപ്പൻ പച്ചമുന്തിരിങ്ങ തിന്നാൽ മക്കളുടെ പല്ല് പുളിക്കുമോ, ഇങ്ങനെ ഒട്ടനവധി പഴഞ്ചൊല്ലുകൾ ബൈബിളിലുണ്ട്. ഇവിടെ ഇസ്രായേലിൽ കുറച്ച് നാളായിട്ടൊരു പഴഞ്ചൊല്ല് നിലനിൽക്കുന്നുണ്ട്. അതിപ്രകാരമാണ്: കാലം നീണ്ടുപോകും, ദർശനം ഒക്കാതെ പോകും. ഇത് വിശ്വാസത്തെയും ആത്മീയതയും ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ഈ പഴഞ്ചൊല്ല് ദൈവം മുൻകൈയെടുത്തതിനെ നിർത്തലാക്കുമെന്ന് പറയും. അപ്പോൾ പഴഞ്ചൊല്ല് പറഞ്ഞ് അതൊരു സ്ഥിരം പല്ലവിയായി തീർന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ന് പ്രഭാതത്തിലും എനിക്കത് അവിടെ നിന്ന് ചിന്തിക്കുവാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ എൻ്റെ ധ്യാനത്തിൽ എന്നെ ചിന്തിപ്പിച്ചൊരു ഭാഗം, പല വിഷയങ്ങളും സ്ഥിരം പല്ലവികളായി സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലത്. അതൊന്നും നടക്കാൻ പോകുന്നില്ല, അതൊക്കെ അങ്ങനെ തന്നെ ഉള്ളൂ, ഇനി അതൊന്നിനൊന്നും ഒരു മാറ്റവും സംഭവിക്കത്തില്ല എന്ന് പറയുന്ന ചിലതിനെ ദൈവം നിർത്തലാക്കും. ആ പറച്ചില് അല്ലെങ്കിൽ ആ പഴംചൊല്ലുകളെ ദൈവം നിർത്തലാക്കുവാൻ അതിടയാവും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ നമുക്ക് കാണുന്നത്, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അവിടെ പറയുന്ന സമയത്തൊന്നും കാര്യങ്ങളൊന്നും നടക്കത്തില്ല. മാത്രമല്ല, എന്തു ചെയ്യുന്നു, കാലതാമസങ്ങൾ ഒരുപാട് വരും, അതുകൊണ്ട് ദർശനമൊക്കെ ഒക്കാതെ പോകും എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്നാൽ എന്താണെന്നറിയാമോ, ദൈവം അതിനെ നിർത്തലാക്കുമെന്ന് പറയുമ്പോൾ എൻ്റെ അകത്ത് വരുന്നൊരു ചിന്ത, മറുപടി കൊടുത്ത് പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി നൽകി, മാത്രമല്ല തടയപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളെ ദൈവം എന്ത് ചെയ്യുന്നു, അതിന് വിടുതൽ നൽകി, സൗഖ്യം നൽകി, ശക്തി നൽകി എന്ത് ചെയ്യുന്നു, സാധ്യമാകുമ്പോൾ എന്ത് ചെയ്യുന്നു, നിരന്തരം ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്ന ആധരങ്ങളെ എന്ത് ചെയ്യുന്നു, ദൈവം അടയ്ക്കും. അവിടെ വാക്കുകൾക്ക് പിന്നെ മിണ്ടുവാൻ ശക്തിയില്ലാതാകും. ഇന്ന് പ്രഭാതത്തിലും ചില പഴഞ്ചൊല്ലുകൾ ഇടതടവില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ആധരങ്ങളെ എന്ത് ചെയ്യുന്നു, ഇനിയും പറയുവാൻ അനുവദിക്കാതെ കുഞ്ഞെ ദൈവം നിന്റെ ജീവിതത്തിൽ ചില മറുപടികളെ നൽകാൻ പോവുകയാണ്. ചിലപ്പോൾ നിനക്കൊക്കെ നീ പ്രാർത്ഥിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല, നീ ഇങ്ങനെ നടന്നിട്ടൊന്നും കാര്യമില്ല, നീ ദൈവത്തെ ആരാധിച്ചിട്ടും കാര്യമില്ലെന്ന് പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തി, നമ്മളെ സങ്കടപ്പെടുത്തിയ ചിലരുടെ നാവുകളെ ദൈവം അടച്ചുകൊണ്ട് ചില മറുപടികൾ അതിവേഗം എനിക്കും നിങ്ങൾക്കും വേണ്ടി വെളിപ്പെടാൻ പോകുന്നു. അതുകൊണ്ട് വിശ്വസിക്കുന്നവർ ഒരു ആമേൻ പറഞ്ഞ് നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, വചനത്തിനായി സ്തോത്രം. ചിലതിനെ നിർത്തലാക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അത്ഭുതങ്ങൾ ചെയ്യണം. പ്രാർത്ഥനയോട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ജീസസ് നെയിം.